ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാര്യത്തെ കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മളെ സുധീഷ് രാത്രി ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ഓരോ കമൻ്റ് അടിക്കുന്നത്. നിനക്ക് ഇതല്ലാതെ വേറെ പണിയൊന്നുമില്ലടാ, നീ എന്തിനാ കല്യാണം കഴിച്ച് നിനക്ക് ഭാര്യയൊക്കെ അല്ലേ, പിന്നെ എന്തിനാ നീ ഫോണിൽ നോക്കി റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോരുത്തർക്ക് കമൻ്റ് അടിക്കണതൊക്കെ എന്തിനാന്നൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ലേ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ട് ലൈക്ക് അടിച്ചില്ലെങ്കിൽ അവർക്കൊരു വിഷമമാവില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാൻ പാടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നീ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മളെ ഹരീഷും നികേഷും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളെ ഫോണാണല്ലോ, ഈ രാത്രി 11 മണിക്ക് ആര് വിളിക്കാനാ, നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ചേട്ടൻ എടുത്ത് നോക്കുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നത്, ഇത് ആ കുട്ടിയാണ്, നമ്മളന്ന് കോഫി ഷോപ്പിൽ പോയി കണ്ടില്ല, ആ കുട്ടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് ഒരു നിമിഷം ആലോചിക്കുക കേട്ടോ, അത് ഏതാ കുട്ടീന്ന്. എന്തായാലും കോഫി ഷോപ്പിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ അവന് ആളെ മനസ്സിലായി. അങ്ങനെ അവൻ ആളെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചിട്ട് കോള് എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ സുഭാഷ് ചേട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടൻ എന്ന രീതിയിൽ നമ്മളെ സുധീഷ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നതിനൊക്കെ ആൻസർ പറയൽ തുടങ്ങി, നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ലായിരുന്നല്ലോ, ഞാൻ വിചാരിച്ചു നിങ്ങൾ തീരെ സംസാരിക്കാത്ത ആളാണെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് അതിന് നിൻ്റെ കൂടെ ബെസ്റ്റ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. എന്തായാലും പറഞ്ഞ് ലാസ്റ്റ് സുധീഷ് സംഭവം അങ്ങോട്ട് പൊളിച്ചിട്ടുണ്ട്. പിന്നെ ആ പെൺകുട്ടിക്കും കാര്യം മനസ്സിലായിട്ടോ. സുധീഷ് ആണെങ്കിൽ പറഞ്ഞു, ഞങ്ങൾ അന്നേ ഇത് വേണ്ടാന്ന് വെച്ചതാണ്, കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ആ സമയത്ത് തന്നെ ഞങ്ങളിത് വേണ്ടാന്ന് വെച്ചതാണ്, പിന്നെ എന്തിനാ സുഭാഷ് ചേട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് ചേട്ടനാണെങ്കിലും ഫോൺ എടുക്കുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സുധീഷിനോട്, ഈ കോൾ എടുക്കണ്ട, എനിക്ക് ദഹിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ആ പെൺകുട്ടി പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എടുത്തു നോക്കാം എന്നിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് സുധീഷ് എടുത്തത്. പക്ഷേ സുഭാഷ് ചേട്ടൻ ആദ്യം വിചാരിച്ചത് സുധീഷ് ആ പെൺകുട്ടിയോടും പഞ്ചാര അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. പക്ഷേ എന്തായാലും സുധീഷ് നൈസായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സമയത്ത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ നികേഷ് കയറിയിട്ട് കോൾ അടിക്കുന്നുണ്ട്, അവൻ എണീറ്റ് എന്തോ ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കോള് കട്ടാക്കിയതിന് ശേഷം നമ്മളെ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട് സുധീഷിനോട്, നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പെൺകുട്ടിക്ക് വിഷമമായിട്ടുണ്ടാവില്ല, എന്തിനാ അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ പറയണോ, ആ പെൺകുട്ടി ഇങ്ങോട്ടല്ലേ വിളിച്ചത്, അപ്പോൾ അങ്ങനെ തന്നെ പറയണം, ആ പെൺകുട്ടി ബെസ്റ്റിയെ കൂട്ടിയിട്ടല്ല അന്ന് വന്നത്, അപ്പോൾ ഇത് തന്നെ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സുധീഷ് ഇങ്ങനെ സുഭാഷ് ചേട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. സുഭാഷ് ചേട്ടൻ എന്താ ഇത്ര പാവമായി പോയത്, സുധീഷിനെ അതിനൊന്നും കിട്ടൂല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ചേട്ടന് ഒരു പെൺകുട്ടിയോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഒന്നും പെണ്ണ് കാണാൻ പോയപ്പം തോന്നിയിട്ടില്ല. ഈ സുനന്ദ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും. പക്ഷെ ആരെ വിഷമിപ്പിക്കുന്നതും സുഭാഷ് ചേട്ടനെ സംബന്ധിച്ച് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും നമ്മളെ നിധിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തി വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട്. നിധിയുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഏട്ടത്തി. അങ്ങനെ ആരും കാണാതെ അരുണേട്ടൻ പോയ സമയത്ത് ആധാർ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ആധാർ നമ്പർ ഇങ്ങനെ ഷെൽഫിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആ സമയത്താണ് അവിടുന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് നമ്മുടെ അരുണേട്ടൻ വീണ്ടും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ റൂമിലേക്ക്. അപ്പോഴേക്കും നമ്മളെ ഏട്ടത്തി ആധാർ എടുത്തിട്ട് ഒരു പേപ്പറിലേക്കൊക്കെ എഴുതി വെക്കുന്നുണ്ട് ആധാറിൻ്റെ നമ്പർ. എന്നിട്ട് ആധാർ കാർഡ് അവിടെ തന്നെ കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. നിധിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബുക്കിലേക്ക് എഴുതിയൊക്കെ വെക്കുന്നത്. എന്തായാലും ആധാർ കാർഡ് എടുക്കുന്നത് അരുണേട്ടൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏട്ടത്തി ഇത് കാണുന്നില്ല കേട്ടോ. അരുണേട്ടൻ ബാക്കിൽ നിന്നിട്ട് ഇത് കാണുന്നത് ഏട്ടത്തി കാണുന്നില്ല. അയമ്മ എന്തായാലും ആധാർ കാർഡിലെ നമ്പർ നോട്ട് ചെയ്തിട്ട് അത് എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത് നിധിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അരുണേട്ടൻ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ട് റൂമിൽ പോയിട്ട് നോക്കുന്നുണ്ട്. ഇവളെന്താ എഴുതി വെച്ചതെന്ന് നോക്കുമ്പോൾ മനസ്സിലാവും ആധാർ കാർഡിലെ നമ്പറാണ് നിധിയുടെ ആണെന്ന് മനസ്സിലായിട്ട് ആ 2 നമ്പർ തെറ്റിച്ചിട്ട് അവിടെ എഴുതി വെക്കുന്നുണ്ട്, വേറെ നമ്പർ മാറ്റി എഴുതുന്നുണ്ട്. അതെന്തായാലും ഏട്ടത്തി അറിയുന്നില്ല. ഏട്ടത്തി നേരെ നമ്മളെ നിധിക്ക് മെസ്സേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആധാർ നമ്പർ കിട്ടിയിട്ടുണ്ട്, ഇനി ഇതുകൊണ്ട് നീ ആധാർ കാർഡ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ വീട്ടിലെന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഏട്ടത്തിയുടെ ഈ മെസ്സേജ് കാണുന്നത്. ഇത് കേട്ടതോട് കൂടിയിട്ട് നിധിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവണം കേട്ടോ. ആധാർ കാർഡിൻ്റെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു ആധാർ കാർഡ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്തായാലും ഇനി നമുക്ക് നോക്കാം നിധിക്ക് ആധാർ കാർഡ് എടുക്കാൻ പറ്റുമോ. ഇത് എടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഡിവോഴ്സിൻ്റെ കാര്യം ശരിയാക്കണം, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാക്കണമെങ്കിൽ ആധാർ കാർഡ് അവൾക്ക് വേണം. എന്തായാലും നിധി പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അല്ലേ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ബൈ.